സംഭവം കൊള്ളടാ, പക്ഷെ ഇതും ആർട്ടല്ലേ, പ്രൊഡ്യൂസർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഓടി നീക്കത് ഓക്കെ അല്ലേ? അതൊക്കെ പിന്നെന്ത് ഇതൊക്കെ ചെയ്ത് ആദ്യം ഇൻഡസ്ട്രി കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ആയില്ലേ, നീ പറ്റുമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സാധനം ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചാൽ നോക്കാം. സാർ, ഇത് സാധാരണക്കാരായ 2 ചെറുപ്പക്കാരുടെ കഥയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഗ്യാങ്സ്റ്ററിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്റ്റോറി. 2 പാട്ടും 3 ഫൈറ്റും ഉണ്ട് സാർ ഇതില്. എങ്ങതാ ഡാഡി പൊട്ടിച്ചേരാം. പറഞ്ഞു സാർ, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട് 2 സുഹൃത്തുക്കൾ ഒരു ഗ്യാങ്സ്റ്റർ വീട്ടിൽ മോഷ്ടിക്കാൻ പോകുന്നതാണ്. നമ്മുടെ ഒരു മിനിറ്റ്. ഹലോ പറഞ്ഞോ. ഇവിടെയുണ്ട്. പിന്നെ ആ പ്രൊഡ്യൂസർ വിളിച്ചായിരുന്നു. അയാൾക്ക് കഥയൊന്നും ഇഷ്ടപ്പെട്ടില്ല. വലിയ പുതുമയൊന്നുമില്ലെന്നാ പറഞ്ഞു. അറിയാ, എന്നെ കൊണ്ട് ചെയ്തുതരാൻ പറ്റണ എൻ്റെ മാക്സിമം ആണ് ഈ പ്രൊഡ്യൂസർ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ചെറിയ ജോലി കൂടി നോക്കാൻ നോക്ക്. ഇതിപ്പം 4-5 വർഷം അലഞ്ഞില്ലേ, ഇനി എത്ര ആളും നീ ഇങ്ങനെ കളയും. ഹലോ 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 ദേവ, ദേവ കേൾക്കാമോ? ദേവ, നിനക്ക് കഴിവില്ലെന്നല്ല, കഴിവുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചൊക്കെ ഭാഗ്യം കൂടി വേണം. ഞാൻ പറഞ്ഞ നീ ഇനിയുള്ള ജീവിതമെങ്കിലും തിരിച്ചു പിടിക്കാൻ നോക്കും. റീന, എനിക്ക് നിന്നോട് തീരെ സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെ ജീവിതം നിന്റെ തീരുമാനം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് എൻ്റെ മോൾ എനിക്ക് വേണം. അത് എബി മാത്രം തീരുമാനിച്ചാൽ മതിയോ? മോളെ, ഒരു സാധനം തരട്ടെ? പിന്നെ നിനക്ക് എത്ര പണമാണെങ്കിലും ഞാൻ തരാം. നീ ആരോടാണോ വയ്ക്കോ, പക്ഷേ എൻ്റെ മോളെ എനിക്ക് വേണം. നാളെ അവൾ നിന്നെ പോലെ ആകാൻ പാടില്ല. മോളെ, മോളെ, ഇട്ട് സമയത്ത് വിളിച്ചാൽ ഫോൺ കൊടുക്കൂല. എന്ത് നീ അതാടാ
ചാവണ്ടെങ്കിൽ പോടാ. പോടാ. കടൽ തീരത്തുകൂടി കുട്ടിയുമായി നടന്നകലുന്ന ദേവൻ. അളിയ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. നീ ഇപ്പം ഫ്രീ അല്ലേ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഉപയോഗം തീർന്നെന്ന് കരുതി നമ്മൾ വലിച്ചെറിയുന്ന പലതിനും ഈ ഭൂമിയിൽ പൂർണ്ണമായും ഉപയോഗം തീർന്നിട്ടുണ്ടാവില്ല.